ഹായ് എവരി വൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചമ്മന്തിപ്പൊടിയാണ്. ഇത് ആക്ച്വലി ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ. പണ്ട് നമ്മുടെ കാർന്നമാരൊക്കെ അത് ഉരലിലൊക്കെ ഇടിച്ചൊക്കെയാണ് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പം മിക്സിയുടെ കാലഘട്ടമൊക്കെയാണ്. അപ്പം നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പം നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഫുൾ വീഡിയോ കാണണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള 1.5 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില, അതുപോലെ തന്നെ 3 ഉണക്കമുളക്, അതായത് പത്തലമുളക് നമ്മുടെ നാട്ടിലൊക്കെ പറയും. അപ്പം അത് 3. അതിനോടൊപ്പം കുറച്ച് ഉപ്പും കൂടെ ചേർത്താണ് ഞാൻ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ അത്യാവശ്യം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേണം തേങ്ങ ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫ്ലെയിമിൻ്റെ ലെവൽ കാണിച്ചു തരാം. അതാണ് അത്യാവശ്യം നല്ലപോലെ ഹൈ ഫ്ലെയിമിലിട്ട് തേങ്ങ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കണം. അത് അത്യാവശ്യം തേങ്ങ ഒന്ന് ചൂടായി, തേങ്ങയും കറിവേപ്പിലയും മുളകും എല്ലാം കൂടി ചൂടായി വരുമ്പോഴേക്കും നമ്മൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ആദ്യം കിടന്നിരുന്ന ഒരു വെളുത്ത കളറിലുള്ളതൊക്കെ മാറി ഒരു ചെറുതായിട്ടൊരു കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ചോറുണ്ണാനായിട്ട് ഈ ഒരൊറ്റ കറി മാത്രം മതി. അത്രയും ടേസ്റ്റിലാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത്. നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, എന്നാൽ മാത്രമേ ഇത് കരിഞ്ഞു പോകാതെ കിട്ടുള്ളൂ. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയാൽ ഇതിന് ഭയങ്കരമായിട്ട് ടേസ്റ്റ് വ്യത്യാസം വരും. ഇപ്പോൾ ഇതേണ്ട അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് കളറൊക്കെ മാറി വരുന്നുണ്ട്. ഏകദേശം ഒരു ബ്രൗൺ കളറിലായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ കഴുകി ഉണങ്ങി വെച്ചിരിക്കുന്ന ഒരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. വാളംപുളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ജാറിൽ ഒരു തുള്ളി പോലും നമുക്ക് വെള്ളമായി ഉണ്ടാകാൻ പാടില്ല. ഇനി നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കറിവേപ്പിലയും ചുവന്ന മുളകും ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂട് പൂർണ്ണമായിട്ട് മാറുന്നതിനിപ്പുറം തന്നെ നമ്മളിത് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളിയും കൂടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഉപ്പ് വേണോ നോക്കിയതിന് ശേഷം നമുക്ക് ചേർക്കാം. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ചിട്ട് നമ്മളത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അത് ഗ്രൈൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ. അപ്പം നമുക്ക് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു മിക്സിയിലെ ജാറിലേക്ക് ചേർത്ത് മിക്സി ഓൺ ആക്കുവാണ് നമ്മൾ. അതായത് ഈ പൾസ് മോഡില്ലേ, അതിലാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരുപോലെ നമ്മൾ അരച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ 1-2 പ്രാവശ്യം ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇതാണ് കേട്ടോ ഫൈനലി ഗ്രൈൻഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് തോന്നുന്നു. ബൈ ബൈ.